അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്ക് സംസാരത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഫോർട്ട് കൊച്ചി. കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്ത് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു പ്രത്യേക വൈബ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അപ്പം നിങ്ങളെപ്പോലെ രണ്ടുപേര് എന്തുകൊണ്ടാണ് സെറ്റിൽ ചെയ്യാൻ എടുത്തത് ഫോർട്ട് കൊച്ചി എന്നൊരു സ്ഥലം തിരഞ്ഞെടുത്തത്? ഞങ്ങൾക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു ഫോർട്ട് കൊച്ചി. എപ്പോഴും ഞങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ വരാറുണ്ട് എറണാകുളത്തുനിന്ന്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് മേടിക്കാനൊരു സാഹചര്യം വന്നപ്പോൾ, എസ്പെഷ്യലി ഇതൊരു പഴയ ഒരു ബിൽഡിംഗ് ആണ്, ഏകദേശം 300-350 വർഷം പഴക്കമുണ്ട്. ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഡച്ച് ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു, നമ്മൾ ഇങ്ങനെ ഒരു വീട് ഇത് വന്നു, അങ്ങനെ ഇതിനെ റിനോവേറ്റ് ചെയ്ത് നമ്മൾ ഇതൊരു വീടായി താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കോവിഡ് ഉണ്ടായിരുന്നത്. കോവിഡ് സമയത്ത് നമ്മുടെ പാരന്റ്സും എല്ലാവരുമായിട്ട് ഒരുമിച്ച്, അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസും കൂടി ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയൊരു കൂട്ടുകുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചു. അപ്പം അങ്ങനത്തെ കുറേ നല്ല ഓർമ്മകളും കൂടി ഈ വീട്ടിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പറയുന്ന പോലെ നെയ്ബർഹുഡ് എല്ലാം ഇത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അത് എല്ലാവരും വരുന്നവർ നോട്ടീസ് ചെയ്യും. ഒട്ടും പിന്നെ പൊല്യൂഷൻ കുറവാണ്. എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ ഫോർട്ട് കൊച്ചി പൊല്യൂട്ടഡ് അല്ല, കാരണം ഇവിടെ ഇൻഡസ്ട്രീസോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പലതരം കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹത്തോടെ ഹാർമണിയിൽ ജീവിച്ചു പോകുന്ന ഒരു സൊസൈറ്റിയാണ്. അതെ, കാരണം ഒരു ചുവരാണ് അല്ലെ അടുത്ത ആളുടെ ഷെയർ ചെയ്ത്. ചില വീടുകൾക്ക് അങ്ങനെയാണ്, ചില വീടുകൾക്ക് അങ്ങനെയല്ല. സോ ഭയങ്കര ഒരു എന്താണ് ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു സൊസൈറ്റിയാണിത്. അതുപോലെ മദർഹുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ജ്യോതിയുടെ തിരിച്ചുവരവ് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അമലിനെ പോലെ തന്നെ അമ്മ, അല്ലെ? അപ്പം എനിക്കൊന്ന് സിനിമ ഇറങ്ങുന്ന സമയത്ത് അമ്മ നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ സിനിമയിൽ എനിക്കൊന്ന് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ട്. ഈ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമ്പം ആ സോങ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, സ്തുതി. ബാക്കി തീരുന്നത് വരെ അമ്മ ഉണ്ടായിരുന്നു. ഈവൻ ദോ അമ്മയുടെ ഹെൽത്ത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ വിസിറ്റ്, വീട് അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ് അല്ലെ? കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ജ്യോതിയുടെ ഒരു തിരിച്ചു വരവ്. ഇപ്പൊ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, ആ ഒരു ഡാൻസ് ചെയ്ത് ചാക്കോച്ചൻ ഒബ്വിയസ്ലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഡാൻസ് നമ്പേഴ്സ് ഒക്കെ ചെയ്യും, നമുക്ക് കാണാറുള്ളതാണ്. ജ്യോതി നമ്മളെ ഞെട്ടിച്ചു. കാരണം പ്രത്യേകിച്ച് അമ്മയാണ്. ഇപ്പൊ ജ്യോതി പറഞ്ഞപ്പോ ഈ ഒരു ഡിക്കേഡായിട്ട് അഭിനയിക്കാതിരിക്കുന്നു. ജ്യോതി മികച്ച ഡാൻസറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ കൂടി എങ്ങനെയാണ് ജ്യോതി ആ ഒരു സ്തുതി എന്ന ഒരു ഇതിലേക്ക്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ ഒരു മൂവ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വലിയ ഡാൻസറേ അല്ല. നന്നായിട്ട് ഡാൻസ് ചെയ്യും. ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ല, ട്രെയിൻഡ് അല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഇതിൻ്റെ കൊറിയോഗ്രാഫേഴ്സിന് കൊടുക്കുന്നു. കാരണം അവരാണ് ഇതിനെ എന്നെയും ഷാക്കോച്ചനെയും ഞങ്ങൾ പഠിച്ച, ഞങ്ങളുടെ ഒരു ശീലിച്ച ഒരു ആ സിനിമയിൽ ഞങ്ങൾ ശീലിച്ച ഒരു ശൈലിയിൽ നിന്ന് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അവർക്ക് ഇഷ്ടം വരുന്ന പോലത്തെ ഒരു സ്റ്റൈലും ഒക്കെ ആയിരുന്നു. അത് ആദ്യമേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല. ആദ്യമേ ഒരു പുതിയ സ്റ്റുഡൻസ് 2 പേര് വന്നിരിക്കുകയാണ്, അവരെ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുമോ അതേപോലെ ക്ഷമയോടെ പഠിപ്പിക്കണം. അപ്പൊ ആ ഫുൾ ഐ തിങ്ക് credit goes to them. റേ കണ്ടിരുന്നോ ആ പാട്ട്? എന്താണ് അപ്പം? കാരണം ഇപ്പൊ പറയാം, റേയുടെ ലോകം മൊത്തം ജ്യോതിയെ ചുറ്റിപ്പറ്റിയാണ്, തിരിച്ചങ്ങനെ. അപ്പം റേ അമ്മേനെ ഇങ്ങനെ കാണുമ്പോൾ എന്തായിരുന്നു റേ വേറെ ഒരു സിനിമ കണ്ടിട്ടും എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടേ ഇല്ല. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സോങ്സ് കണ്ടിട്ട്. പക്ഷെ ഇത് മൂപ്പർക്ക് എന്നും കാണുന്നോണ്ടായിരിക്കും ഈ രൂപം പിടികിട്ടി. എന്നിട്ട് അമ്മ അതിനകത്ത് ആനിമേറ്റഡ് സോങ് ഉണ്ട്, ആനിമേറ്റഡ് വേർഷൻ ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറയാം, അമ്മ റൺ റൺ അത് വെച്ചു കൊടുക്കാൻ. എന്നിട്ട് പുള്ളി കൊണ്ട് പറ്റുന്ന പോലെ ഡാൻസ് ഒക്കെ ചെയ്ത് അത് കണ്ടിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഭയങ്കര ഇഷ്ടം. ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ജ്യോതിനെ. ഇങ്ങനെ കാണുന്ന ജ്യോതിനെ അങ്ങനെ കാണുമ്പോ ചിരിക്കും, അല്ലാതെ വേറെ മനസ്സിലാക്കാനുള്ള ഒരു ഏജ് ആയിട്ടുള്ള.